തീർച്ചയായിട്ടും പലപ്പോഴും തോന്നിയിട്ടുണ്ട്, പ്രണയങ്ങളുടെ കാര്യം പറയുമ്പോൾ ആദ്യമായിട്ട് അഭിനയിച്ച ചിത്രത്തിന്റെ പശ്ചാത്തലം മുതൽ മിസസ് പ്രേമ നരേന്ദ്രൻ എന്ന് തുടങ്ങുന്നത് തുടങ്ങി ഈ പ്രണയം എന്ന ചിത്രത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ അതിലെ എന്നും രാത്രിയും പകലുമുണ്ട്, പ്രഭാതങ്ങളും പ്രദോഷങ്ങളുമുണ്ട്. പ്രണയിക്കാൻ മറന്നുപോയ ചില മുഹൂർത്തങ്ങൾ, ഇന്ന് ഞാൻ പ്രണയത്തെക്കുറിച്ച് ഓർക്കുന്നു എന്ന് പറയുന്ന ഡയലോഗ് വരെ എത്തി നിൽക്കുന്ന വളരെ നീണ്ട ഒരു പ്രണയകാലം. ആദ്യ ചിത്രത്തിൽ അഭിനയിക്കാൻ വരുമ്പോഴുള്ള പ്രണയത്തിന്റെ ഭാവത്തിന് എത്രത്തോളം മാറ്റമാണ് ഇത്രയും കാലത്തെ ജീവിതത്തിനുള്ളിൽ ക്യാമറയ്ക്ക് മുമ്പിലും പുറകിലും അനുഭവിച്ചത്, അനുഭവവേദ്യമാക്കിയത്? പ്രണയത്തിന് പ്രത്യേകിച്ച് കാലം അങ്ങനെ ഭേദമൊന്നും ഇല്ലെന്ന് വിശ്വസിക്കുന്നില്ല. അതൊരവസ്ഥയാണ്. അതിൽ സങ്കടങ്ങളോ അല്ലെങ്കിൽ സന്തോഷങ്ങളോ അതിലസൂയോ ദേഷ്യമോ ഒന്നുമില്ല. ഇതൊരു ഭയങ്കര സറണ്ടറാണ്. അപ്പോൾ അതിനൊരു ആദ്യകാലം മുതൽ ഇപ്പോൾ വരെയുള്ള ഒരേപോലെ തന്നെയുള്ള പ്രണയമാണ്. അതിന് വലിയ മാറ്റങ്ങളൊന്നുമില്ല. ഒരു പ്രത്യേക മാനസികാവസ്ഥയാണ്. ഈ സ്നേഹം, ദേഷ്യം, അല്ലെങ്കിൽ ഒരാളുള്ള അസൂയ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മുടെ തലച്ചോറിൽ നിന്നുള്ള ചില രാസപ്രവർത്തനങ്ങൾ മൂലമാണെന്നാണ് പറയുന്നത്. പക്ഷെ ഇതൊന്നും അല്ലാതെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന ഒരു, ഇതുവരെ അതിൻ്റെ ഒരു ഉറവിടം കണ്ടെത്താൻ സാധിക്കാത്ത തരത്തിലുള്ള ഒന്നാണ് പ്രണയം. അപ്പം അതുകൊണ്ട് അതിന് എന്താണ് അതിൻ്റെ മാറ്റം, എത്രത്തോളം അത് കൂടി എത്രത്തോളം കുറഞ്ഞു എന്ന് പറയാൻ പറ്റില്ല. അത് അനുദിനം വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ വളരാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശാലമുൻ്റെ ഇതിൽ പറഞ്ഞതുപോലെ സോങ് ഓഫ് സോങ്സ്, അതിൽ നമുക്ക് ആ മുന്തിരി തോട്ടത്തിലേക്ക് ചെല്ലാം, അത് തളിർത്തു പൂത്തോ എന്ന് അന്വേഷിക്കാം, മാതള നാരകം പൂവിട്ടോ കായ്ച്ചു എന്ന് അന്വേഷിക്കാം എന്നൊക്കെ പറയുന്ന പ്രണയത്തിന്റെ ഭാവം അത് തന്നെയാണ് അന്തിക്കാടൻ ചിത്രങ്ങളിലേക്ക് വരുമ്പോഴും TP ബാലഗോപാലൻ MA പോലുള്ള ചിത്രങ്ങളിലും. എന്നുതൊട്ടാണ് ഈ പഠിക്കുന്ന കാലത്തേക്ക് ക്യാമറയ്ക്ക് മുമ്പിലേക്ക് വരുന്നതിന് മുമ്പേ തന്നെ ഒരു പ്രണയരസം അനുഭവിച്ചത്? അത് ഒരാളോടെന്നുള്ളതല്ലല്ലോ, അതാണ് അതിൻ്റെ പ്രത്യേകത. അതെങ്ങനെയാണ് അത് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. എല്ലാവരോടും ഒരു സ്നേഹം തോന്നുക എന്ന് പറയുന്നത് തന്നെയാണ്. തീർച്ചയായിട്ടും നമ്മൾ വളർന്നു വന്ന സാഹചര്യങ്ങൾ, നമ്മുടെ സൗഹൃദങ്ങൾ, നമ്മൾ വായിച്ച പുസ്തകങ്ങൾ, നമ്മൾ അഭിനയിച്ച സിനിമകൾ, അതെല്ലാം അതിൻ്റെ ഭാഗമായി മാറുകയാണ്. ഒരു കാലഘട്ടം മുതൽ വളരെ അധികം അത്തരം ചിത്രങ്ങളിലൂടെയാണ് ഞാൻ സഞ്ചരിച്ചിട്ടുള്ളത്. സത്യനന്ദിക്കാരൻ്റെ ആയാലും പത്മരാജൻ്റെ ആയാലും ഭരതൻ്റെ ആയാലും വളരെ വ്യത്യസ്തമായിട്ടുള്ള പ്രണയങ്ങളാണ്. അപ്പോൾ അതെല്ലാം കൂടെ ചേരുമ്പോൾ ഒരു പ്രത്യേക പ്രണയം ഉണ്ടാകും. തീർച്ചയായിട്ടും സിനിമകൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്ത റോളുകളൊക്കെ അതിനെയൊക്കെ നമ്മളെ നയിച്ചിട്ടുണ്ടാകും. അവരുടെ പല വിധത്തിലുള്ള മാനസിക വികാരങ്ങളുമൊക്കെ നമ്മളിലേക്ക് അറിഞ്ഞോ അറിയാതെയോ ഒക്കെ റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ തീർച്ചയായിട്ടും പ്രണയം എന്ന് പറയുന്നതെല്ലാം വളരെ സക്സസ്ഫുള്ളായിട്ട് മാറുന്ന, അല്ലെങ്കിൽ ഒരു പക്ഷേ തികച്ചും ദാരുണമായി പരാജയപ്പെടുന്നത്, അങ്ങനെ ഒരുപാട് ഘട്ടങ്ങളിലൂടെ സഞ്ചരിച്ചിട്ടുള്ള ഒരു പ്രണയിയാണ്. അതുകൊണ്ട് അതിൻ്റെ എല്ലാവിധ വികാരങ്ങളും ഒരു പക്ഷെ അറിഞ്ഞോ അറിയാതെയോ നമ്മളിൽ പ്രവേശിച്ചിട്ടുണ്ടാകാം. അത് തന്നെ ആയിരിക്കാം ചില ചിത്രങ്ങളിൽ അഭിനയിക്കുന്ന സമയത്ത് നമുക്കത് ഇങ്ങനെ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നു. ഏറ്റവും ഒടുവിലായിട്ടാണ് പ്രണയം എന്ന ചിത്രത്തിന്റെ പ്രണയഭാവം പ്രേക്ഷകർ എന്ന 2 കൈ നീട്ടി സ്വീകരിച്ചത്. അതിലെ വ്യത്യസ്തമായിട്ടുള്ള മാത്യൂസ് എന്ന കഥാപാത്രത്തിൻ്റെതായിട്ടുള്ള തീവ്രത. ചോദിക്കട്ടെ, ഈ പ്രണയഭാവങ്ങൾ പല സംവിധായകരുടെയും ചിത്രത്തിൽ അഭിനയിക്കുമ്പോഴൊക്കെ ഒരു ലാൽ ടച്ച് അതിലേക്ക് കൊണ്ടുവരുന്നല്ലോ. ഇപ്പോൾ ലാലേട്ടൻ്റെതായിട്ടുള്ള ഒരു മനസ്സിനെ അതിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്ന സാധനം, ആ ടച്ചിനെ കൊണ്ടുവരാനുള്ളൊരു പ്രിപ്പറേഷൻസ് സ്വാഭാവികമായിട്ട് വരുന്നതായിരിക്കാം. എങ്കിൽ കൂടിയിട്ടെന്ന് പറഞ്ഞാൽ വളരെ പ്രശസ്തമായതും ഞാൻ ആമുഖത്തിൽ പറഞ്ഞതുപോലെ എത്രയോ കാലങ്ങളായിട്ടാണ് പ്രണയത്തിന്റെ ഭാവങ്ങൾ, ഒരു നോട്ടം, ശരീരഭാഷയാണോ ശാരീരഭാഷയാണോ, രണ്ടിൽ കൂടിയിട്ടുമാണ് ലാലേട്ടൻ ഇത് പ്രദാനം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴത്തെ സോഷ്യൽ നെറ്റ്വർക്കിലൊക്കെ അത് കൂടുതൽ പ്രചാരത്തിൽ വന്നിരിക്കുന്നതും. അതെങ്ങനെ സാധിക്കുന്നു? തീർച്ചയായിട്ടും അങ്ങനെ വരില്ലേ. നമ്മുടെ മനസ്സെന്ന് പറയുന്നത് അത് സംസാരത്തിലും നമ്മുടെ ആംഗ്യഭാഷയിലൊക്കെ റിഫ്ലക്റ്റ് ചെയ്യുന്നൊരു സാധനമാണ്. നമ്മൾ ഒരു കഥാപാത്രത്തിനെ നമ്മൾ അറിയാതെ ചെയ്യുമ്പോൾ, അങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല, അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ അറിയാതെ ഉണ്ടാകുന്നതാണ്. അദ്ദേഹത്തിന് പ്രത്യേകമായ ഒരു മനസ്സുണ്ടാകും. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചില മാനറിസങ്ങളുണ്ട്. ഇതുവരെ പ്രണയിച്ചിട്ടില്ലേ എന്ന് ക്ലാരോട് ചോദിക്കുന്നുണ്ട്. തൂവാനത്തുമ്പികൾ എന്ന ചിത്രത്തിൽ ഒരു മഴക്കാലത്തിന്റെ പശ്ചാത്തലത്തിൽ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ പത്മരാജൻ സംവിധാനം ചെയ്യുന്ന ചിത്രങ്ങൾ, ഭരതൻ സംവിധാനം ചെയ്ത ചിത്രങ്ങൾ, അതിൽ അന്നത്തെ ഒരു പ്രണയകാലം, കാലഘട്ടം അത് എത്രത്തോളമാണ്
സ്വാധീനിച്ചിട്ടുള്ളത്? അതിൽ നിന്നൊക്കെ വളരെ മാറിയല്ലോ ഈ ഒരു കാലഘട്ടത്തിലെ പ്രണയം എന്നൊക്കെ പറയുമ്പോൾ. ആ ഒരു കാലഘട്ടത്തിൻ്റെതായുള്ള ഒരു ഗോൾഡൻ റിമംബറൻസ്. അത്തരം വ്യത്യസ്തത പുലർത്തുന്ന ചിത്രങ്ങൾ തന്നെയാണ് ബ്ലസ്സിയുടേത് ഞാൻ വിശ്വസിക്കുന്നു. ഇതിലൊക്കെ ഉള്ള ഒരു പത്മരാജൻ അവരൊക്കെ ഒരു സമീപിച്ച ഒരു ശൈലി തന്നെയാണ് സ്ക്രിപ്റ്റിങ്ങിൻ്റെയും, അല്ലെങ്കിൽ വളരെ വ്യത്യസ്തമായ, ഒരിക്കലും ഇന്നുവരെ പ്രേക്ഷകർ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ചില വ്യത്യസ്തമായ പ്രണയം അല്ലെങ്കിൽ അങ്ങനെ കഥാപാത്രങ്ങൾ. തൂവാനത്തുമ്പികളെന്നൊക്കെ ആ ചിത്രമൊക്കെ ഒരു 100-200 പ്രാവശ്യം കണ്ട ആൾക്കാരെ എനിക്കറിയാം. അതുപോലെ തന്നെയാണ് ഇപ്പോൾ താഴ്വാരമായാലും അല്ലെങ്കിൽ നമുക്ക് പാർക്കാൻ മുന്തിരിക്കപ്പോൾ അങ്ങനെയുള്ള ചില പ്രത്യേകത ഉള്ള ഒരാളാണ്. കാര്യം ഞാൻ ബ്ലസ്സിയെ പരിചയപ്പെടുന്നത് ബ്ലസ്സി നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പോൾ എന്ന ചിത്രത്തിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയാണ്. ബ്ലസ്സിയുടെ 3ാമത്തെ ചിത്രമാണ് ഞാൻ അഭിനയിക്കുന്നത്. ഇപ്പോൾ തന്മാത്രയിലായാലും അല്ലെങ്കിൽ ഭ്രമരത്തിലായാലും ഇതിലൊക്കെ ആ കഥാപാത്രങ്ങൾക്ക് വല്ലാത്ത തീവ്രമായൊരു പ്രണയമുണ്ട്. തന്മാത്രയിൽ ആ കുടുംബത്തോടുള്ള പ്രണയമാണ്, അദ്ദേഹത്തിൻ്റെ മകനോടും ഭാര്യയോടും ഒക്കെ പ്രണയമുണ്ട്. ശിവൻകുട്ടി എന്ന് പറയുന്നതാണ് അതുപോലെയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ തകർന്നിട്ടും അദ്ദേഹത്തിൻ്റെ ഭാര്യയോടും മകളോടും ഞാൻ കള്ളം പറഞ്ഞു പോയി, എനിക്ക് സത്യം പുറത്ത് പറയണം, സ്നേഹത്തിന് വേണ്ടി അവർ മരിച്ചാൽ പോലും ഞാൻ അവരെ പ്രണയിച്ചു അല്ലെങ്കിൽ ഞാൻ സ്നേഹിച്ചു എന്ന് അറിയിക്കണം എന്നുള്ളൊരു നിശ്ചയദാർഢ്യത്തോടു കൂടി പോകുന്ന കഥാപാത്രം പ്രൊഫസർ മാത്യുവും അതിലൊക്കെ ഉപരിയായിട്ട്. അതാണൊരു ആദ്യത്തെ ചിത്രം ഞാൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തന്മാത്രയെക്കാട്ടിലും വ്യത്യസ്തമുള്ള സിനിമയായിരുന്നു ഭ്രമരം, അതിനേക്കാളും വ്യത്യസ്തമുള്ള സിനിമയായിരുന്നു മാത്യൂസ്. ഇതിലെ പ്രണയവും ഒക്കെ വ്യത്യസ്തമാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഉള്ള സിനിമയുടെ അതേ രസവും അതേ ആത്മാവും ഒക്കെ ഉള്ള സിനിമകളായിട്ടാണ് ഈ സിനിമകളെ ഞാൻ കണ്ടത്. ഈ ഭാവങ്ങളൊക്കെ വരേണ്ടത് ഈ ഒരു മുഖത്തു നിന്നാണ്. ഈ 30 വർഷമായിട്ട് 300 ചിത്രങ്ങൾ എന്ന് പറയുമ്പോൾ ഈ മുഖത്താണ് ഇത്രയും ഭാവങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അത് ഓരോ സംവിധായകന്റെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്തും ആ കഥാപാത്രം, നായിക കഥാപാത്രം അല്ലെങ്കിൽ എന്താണോ അതിന്റെ പശ്ചാത്തലം, ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒരു പ്രേക്ഷകനെ സംബന്ധിച്ചോളം സംതൃപ്തി പകരുന്നൊരു കാര്യം. എങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ലല്ലേ. ഇപ്പം അത്യാവശ്യം നല്ല കഥാപാത്രത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റില്ല. അദ്ദേഹത്തിന് ഒരു കൈവച്ച് മാത്രമേ അഭിനയിക്കാൻ സാധിക്കൂ. അദ്ദേഹത്തിൻ്റെ വലത്ത് ഭാഗം തളർന്നതാണ്, ഇടത്ത് കൈ മാത്രമേ അദ്ദേഹത്തിന് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. മുഖത്തിൻ്റെ ഒരു ഭാഗം, അത് അങ്ങനെ ഒരാളെ സൃഷ്ടിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ബ്ലസ്സിക്കൊരു വെല്ലുവിളിയായിരിക്കാം അല്ലേ. അപ്പോൾ അത് നമ്മൾ എങ്ങനെ ചെയ്യാൻ സാധിക്കുന്നു എന്ന് ചോദിക്കുന്നത് എനിക്കതിനെ എങ്ങനെ പറയാൻ പറ്റുന്നു എന്ന് പറയുന്നില്ല. അതൊരു വളരെ ഒരു വിചിത്രമായ അനുഭവമാണ്. അതിനെ ഒരു പ്രത്യേക ഭാഗ്യമായിട്ട് എനിക്ക് വിശേഷിപ്പിക്കുന്നത്. നിങ്ങൾ നേരത്തെ പറഞ്ഞത് കറക്റ്റാണ്. കാര്യം സത്യനന്ദിക്കാണ്ട് ഒരു സിനിമയിൽ അഭിനയിച്ചിട്ട് വരികയാണ് ഞാൻ. അതിലെ കഥാപാത്രം എന്ന് പറയുന്നത് വളരെ സാധാരണക്കാരനായ ഒരാളാണ്. അപ്പോൾ സത്യനന്ദിക്കാട് എന്ന് പറയുന്ന ആളുടെ ഒരുപാട് എന്താ പറയണ്ടേ റിഫ്ലക്ഷൻസ് കഥാപാത്രത്തിനുണ്ടാവും. ബ്ലസ്സി എന്ന് പറയുന്ന വേറൊരു പ്രത്യേകത ഉള്ള ഒരാളാണ്. അപ്പോൾ ഒരു പക്ഷേ ഞാൻ എൻ്റെ ഡയറക്ടേഴ്സിനെ വളരെയധികം വിശ്വസിക്കുന്ന ഒരാളാണ്. ഇപ്പം ഞാൻ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞ പ്രിയദർശൻ്റെ ഒരു സിനിമയാണ്. പ്രിയദർശൻ വളരെയധികം തമാശകളും ഫൺ ലവിങ് ആയിട്ടുള്ളൊരു കഥാപാത്രമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സും അദ്ദേഹത്തിൻ്റെ സ്വഭാവമൊക്കെ ആ കഥാപാത്രത്തിലും വരും. അത് അറിഞ്ഞോ അറിയാതെയോ ഉള്ള ഒരു എന്താ പറയണ്ടേ കെമിസ്ട്രിയാണ്. ഒരു കെമിസ്ട്രിയാണ്. അപ്പോൾ അത് വളരെ അപൂർവമായിട്ട് ചില സംവിധായകരായിട്ട് നമുക്കുണ്ടാകാറ്. അപ്പോൾ അത്തരത്തിലുണ്ടാകുമ്പോഴാണ് അതൊരു കൂട്ട് ആയി മാറുന്നത്, അതൊരു നല്ല സിനിമയിലേക്ക് പോകും. ബ്ലസ്സിയായിട്ട് അത്തരത്തിലുള്ളൊരു കെമിസ്ട്രി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് അത്തരം സിനിമകൾ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ അത്തരം സിനിമകളിലേക്ക് അഭിനയിക്കാൻ നമ്മളെ അദ്ദേഹം വിളിക്കുന്നത്. പിന്നെ പിൽക്കാലത്ത് അടുത്ത 20-30 വർഷം കഴിഞ്ഞാലും ഈ സിനിമയിലെ മോഹൻലാലിൻ്റെ അഭിനയത്തെക്കുറിച്ചേ പറയൂ. തീർച്ചയായിട്ടും അങ്ങനെ അതിലൊക്കെ മാറി അതിലുപരി ബ്ലസ്സിയുടെ സിനിമ എന്ന് പറയുന്ന ഒരു ലേബലിലേക്ക് ബ്ലസ്സിക്ക് എത്താൻ സാധിച്ചു എന്നുള്ളതാണ്. പണ്ട് പത്മരാജൻ്റെ സിനിമ, ഭരതൻ്റെ സിനിമ, അരവിന്ദൻ്റെ സിനിമ എന്നാണ് പറയുന്നത്. അത് ആ കാലം കഴിഞ്ഞിട്ട് പലപ്പോഴും പല ആക്ടേഴ്സിൻ്റെ പേരിലായി സിനിമകൾ. വീണ്ടും അത് മാറി ബ്ലസ്സി എന്ന് പറയുന്ന ഒരു ബ്ലസ്സി ചിത്രം എന്ന് അവസാനം എഴുതി കാണിക്കാൻ ഒരു ധൈര്യം വേണം. അത്തരത്തിൽ ബ്ലസ്സി വളർന്നു, അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ സിനിമ വളർന്നു, അദ്ദേഹത്തിൻ്റെ ഉൾക്കാഴ്ച വളർന്നു എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് അല്ലെങ്കിൽ അദ്ദേഹവുമായിട്ട് വളരെയധികം വർഷത്തെ പരിചയമുള്ള ഒരാളെന്ന നിലയ്ക്കൊക്കെ എനിക്ക് അഭിമാനം. നമ്മൾ ഒരിക്കലും വളരെ ഫോഴ്സ്ഫുള്ളായിട്ടല്ല. ഈ പ്രണയത്തിന്റെ രാജകുമാരൻ എന്ന ഈ ഒരു പരിപാടിയിൽ തിരുവോണ ദിവസം പ്രേക്ഷകർക്കൊപ്പം ചെലവഴിക്കുമ്പോൾ കണ്ട് ത്രസിപ്പിച്ച പ്രണയ ചിത്രങ്ങൾ അല്ലെങ്കിൽ പ്രണയ കഥകളൊക്കെ മനസ്സിലേക്ക് കയറി വരും പ്രണയ കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ? അങ്ങനെയൊന്നുമില്ല. കാര്യം അതൊന്നും അങ്ങനെ ഒന്നും അല്ലാത്തൊരു കഥാപാത്രമല്ലേ നമ്മൾ ചെയ്യുന്നത് അല്ലേ. പിന്നെ ഒരു പുസ്തകം വായിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു കഥാപാത്രത്തെ ഒന്നും നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല.
മാത്യൂസ് എന്ന് പറയുന്ന ഒരാളെ എങ്ങനെ അവതരിപ്പിക്കും എന്ന് പറയുമ്പോൾ എനിക്ക് പരിചയമുള്ള ഒരാൾ, അങ്ങനെ ഒരാളുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം എങ്ങനെയാണ് മൂവ് ചെയ്യുന്നതെന്നും നമ്മൾ ചിന്തിച്ചിട്ടില്ല. നമ്മൾ മാത്യൂസിന് അദ്ദേഹത്തിൻ്റെ ചില ശരീരഭാഷകൾ കൊടുക്കുകയും, അത് ഞാൻ പലപ്പോഴും പറയുന്നത്, നമ്മൾ 1-2 ദിവസം അല്ലെങ്കിൽ 1-2 ഷോട്ട് എടുത്ത് കഴിയുന്ന ശേഷം ആ മാത്യൂസ് എന്ന കഥാപാത്രം അറിഞ്ഞോ അറിയാതെ നമ്മളിലേക്ക് വരികയാണ്. അത് തീർച്ചയായിട്ടും ഒരു ഭാഗ്യം തന്നെയാണ് നമുക്ക്. അല്ലാതെ അതുകൊണ്ടാണ് ആ സിനിമ നന്നാകുകയും ആ കഥാപാത്രം നന്നാകുകയൊക്കെ ചെയ്തത്. നമ്മൾ ഒരിക്കലും വളരെ ഫോഴ്സ്ഫുള്ളായിട്ട് അല്ലെങ്കിൽ ഒരാളെ ഇരുന്ന് പഠിച്ചിട്ടൊന്നും ഞാൻ ചെയ്തില്ല. ഈ 30 വർഷക്കാലം ക്യാമറയ്ക്ക് മുമ്പിലൂടെ നിരവധി അഭിനയ മുഹൂർത്തങ്ങൾ പ്രണയത്തിലൂടെ സമ്മാനിക്കുമ്പോൾ യഥാർത്ഥ ജീവിതത്തിൽ പ്രണയിക്കാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ പ്രണയിക്കാൻ മറന്നുപോയി, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെയൊന്നും തോന്നിയിട്ടില്ലല്ലോ. നമ്മൾ ഇപ്പോൾ നേരത്തെ ചോദിച്ച പോലെ മോഹൻലാലിന് വളരെയധികം പ്രൈവസി നഷ്ടപ്പെടുന്നു തോന്നുമ്പോൾ നമ്മൾ ഏറ്റവും മനോഹരമായ സ്ഥലത്ത് നിന്ന് ഏറ്റവും നല്ല മനോഹരമായ ഡയലോഗുകൾ പറയുകയും നന്നായിട്ട് പ്രണയിക്കുകയും ചെയ്യുന്നതാണ്. അത് കുറച്ച് സമയത്തേക്കാണെങ്കിലും ഒരു സിനിമ കാണുമ്പോൾ 2-2 മണിക്കൂർ ഒരുമിച്ച് സംസാരിച്ച പോലെ. അപ്പം അങ്ങനെ എനിക്ക് പ്രണയിക്കാൻ സാധിച്ചില്ല എന്ന് പറയുന്നതിലൊന്നും കാര്യമില്ല. എനിക്ക് എല്ലാവരോടും പ്രണയം തന്നെയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. പ്രണയത്തിന്റെ ഋതുഭേദങ്ങളിലെ മഴയാണോ, വെയിലാണോ, ഗ്രീഷ്മമാണോ, ശിശിരമാണോ? ഈ ഒരു കാലമുണ്ടല്ലോ മനസ്സിനെ സ്വാധീനിക്കുക. നല്ല നമ്മൾ അറിഞ്ഞോ അറിയാതെയോ മഴ എന്ന് പറയുന്നത് ആണ് തന്നെ. കാര്യം ഒരുപക്ഷെ പ്രണയത്തിന് ഇത്രയും മഴയ്ക്ക് ഇത്രയും പ്രണയമായിട്ട് കണക്ഷൻ ഉണ്ടാകുന്ന തൂവാനത്തുമ്പികൾ എന്നുള്ള ചിത്രത്തിൽ. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം മഴ എന്ന് പറയുന്നത് എന്നാൽ ചൂട് സമയത്തിരുന്ന് പ്രണയിക്കാൻ കുറച്ച് പ്രയാസമുള്ളതല്ലോ. മഴയത്ത് നല്ല ചൂടായിട്ട് പ്രണയിക്കുക, അതാണ് തണുപ്പത്ത്. ഈ 2011 ലാലേട്ടൻ ഒരു 80കളിലെയും 90കളിലെയൊക്കെ മോഹൻലാലിനെ കാണാറുണ്ടോ? എന്തിനാ കാണുന്നത്? എന്തിനാ കാണുന്നത്? അതിനൊരു ആവശ്യം ഉണ്ടായി കണ്ടാൽ അല്ല, കാണുമ്പോൾ ഒരു മാറ്റം അല്ലെങ്കിൽ അങ്ങനെയല്ല. എല്ലാത്തിനും എല്ലാ കാര്യങ്ങളും മാറണം എന്നല്ലേ, എല്ലാ കാര്യത്തിനും മാറ്റം ഉണ്ടാകണം എന്നല്ലേ. അങ്ങനെ അതിലെ കഥാപാത്രങ്ങളും പിന്നെ സിനിമയൊക്കെ മാറിപ്പോയില്ലേ. ഇപ്പൊ നമുക്ക് അങ്ങനെ സിനിമ കാണണമെങ്കിൽ പഴയ സിനിമ എടുത്ത് കണ്ടാൽ പോരെ എന്ന് ചോദിക്കുന്ന പോലെയാണ്. അത്തരത്തിലുള്ള ഒരു പുറകിലേക്ക് പോയി അങ്ങനെ 80കളിലെ മോഹൻലാൽ നമുക്ക് ഈ സമയത്ത് എങ്ങനെ അഭിനയിക്കാൻ പറ്റുന്നു, ഏത് കഥാപാത്രങ്ങൾ കിട്ടുന്നു, അതിനെ നന്നായിട്ടോ ഇങ്ങനെ അവരുടെയൊക്കെ എല്ലാവരുടെയും സഹായത്തോടുകൂടി അതിനെ എത്ര നന്നായിട്ട് ഫലിപ്പിക്കാൻ സാധിക്കുന്നു എന്ന് മാത്രമേ. ഇപ്പൊ ജയപ്രദ പറഞ്ഞു, ഒരു 10 വർഷം കഴിഞ്ഞാലും ശരി ഓർത്തിരിക്കാനായിട്ട് പറ്റുന്ന കഥാപാത്രമായിട്ട് ഗ്രേസിനെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞു. അതിനേക്കാളുപരി ഏറെ ഭാഗ്യം മലയാളത്തിന്റെ ഇന്ത്യൻ സിനിമയുടെ തന്നെ ഒരു ലെജൻഡ് മോഹൻലാലിനോടൊപ്പം അതേപോലെ അനുപം ഖേറിനോടൊപ്പം ആക്ട് ചെയ്യാൻ പറ്റി എന്നുള്ളൊരു സന്തോഷമാണ് മിക്കവാറും പ്രസ് മീറ്റിലൊക്കെ തന്നെ ജയപ്രദ പറയുന്നത്. അനുപം ജിയും അത് തന്നെയാണ് പറയുന്നത്. ലാലേട്ടനൊപ്പം ഷെയർ ചെയ്യാൻ പറ്റിയ എന്നുള്ളൊരു എക്സ്പീരിയൻസ് ഈ ഒരു ഓണക്കാലത്തിന്റെ ഏറ്റവും നല്ലൊരു ഗിഫ്റ്റായിട്ട് തന്നെയാണ് ഈ പ്രണയം എന്ന ചിത്രം വരുന്നത്. ഓരോ കാലത്തും തിരുവോണത്തിനെന്ന പോലെ വിശേഷ ദിവസങ്ങളിൽ ഇതേപോലെ തന്നെയുള്ള മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട് മലയാള സിനിമയിൽ. അങ്ങനെ ഒരു കാലത്തായിരുന്നു ബ്ലസ്സിയുടെ ഒരു ഭ്രമരത്തിന്റെ ഒരു പശ്ചാത്തലം പോയ ഒരു ഫെസ്റ്റിവൽ സീസണിലുണ്ടായിരുന്നു. എങ്ങനെ കാണുന്നു ഈ ഒരു സീസൺ? പ്രേക്ഷകർ ഇതിനെ സ്വീകരിക്കും? അതേപോലെ തന്നെ പറയാം, ഇത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള ആക്ടേഴ്സിന്റെ കൂടെ അത് വർക്ക് ചെയ്തുകൊണ്ടാണ് എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റിയത് അല്ലേ. എപ്പോഴും അങ്ങനെയാണ് ഒരു ആക്ടർക്ക് നമ്മുടെ കൂടെയുള്ള ആൾക്കാർ എത്രയും അധികം ഭംഗിയാകുന്നു, അതുപോലെ നമുക്കും അറിഞ്ഞോ അറിയാതോ അവർ വളരെ സിൻസിയറായിട്ടാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. അത് മലയാളം വളരെയധികം വഴങ്ങാത്ത ആൾക്കാർ അത് പഠിച്ച് വളരെ ആത്മാവ് ആ കഥാപാത്രങ്ങളുടെ ആത്മാവ് കണ്ടെത്തിയൊക്കെയാണ് ചെയ്യുന്നത്. നമുക്ക് വളരെയധികം ലാംഗ്വേജിൽ ഫ്ലുവൻസി ഉള്ളതുകൊണ്ട് അത്രത്തോളം പ്രയാസം. പിന്നെ തീർച്ചയായിട്ടും അവർ പറഞ്ഞ പോലെ എൻ്റെയും വലിയ ഭാഗ്യമായിട്ട് ഞാൻ അതിനെ കാണുന്നു. ജയപ്രദ എന്ന് പറയുന്നത് 11 വർഷം മുമ്പാണ് ഞാൻ അവരുടെ കൂടെ അഭിനയിക്കുന്നത് ദൈവദൂതൻ എന്ന ചിത്രം. അനുപം ഖേറിനെ എനിക്ക് അറിയാവുന്ന ആളാണ്. ഒരുപാട് പല സദസ്സുകളിൽ വെച്ച് അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. പണ്ടൊരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, പക്ഷേ ഞങ്ങൾ കോമ്പിനേഷനിൽ ഇന്ദ്രജാലം എന്നുള്ള സിനിമ. ഞാൻ പലപ്പോഴും പറയും, ഞാനും വളരെയധികം ഭാഗ്യമുള്ള ഒരു നടനാണ്. കാര്യം ഇത്തരം വലിയ കലാകാരന്മാരോടും ഒക്കെ വർക്ക് ചെയ്യാൻ സാധിക്കുന്ന എനിക്കും ഭാഗ്യമാണ്. ഞാൻ പറയുകയാണ്, ഞാൻ പ്രേം നസീർ സാറുമായിട്ട് വർക്ക് ചെയ്യാൻ സാധിച്ചു, ശിവാജി ഗണേശനുമായിട്ട് വർക്ക് ചെയ്യാൻ സാധിച്ചു, അമിതാഭ് ബച്ചനുമായിട്ട് വർക്ക് ചെയ്യാൻ സാധിച്ചു, അല്ലെങ്കിൽ നാഗേശ്വർ റാവുമായിട്ട് വർക്ക് ചെയ്യാൻ സാധിച്ചു, MGR ആയിട്ട് അഭിനയിക്കാൻ സാധിച്ചു. രാജ്കുമാർ എന്ന് പറയുന്ന നടൻ എനിക്ക് വളരെയധികം എൻ്റെ ഒരു വളരെയധികം ഒരു സ്നേഹസമ്പന്നനായ എൻ്റെ ഒരു നല്ല സുഹൃത്തെന്ന് തന്നെ പറയാവുന്ന ഒരു സൗഹൃദത്തിലായിരുന്നു ഞങ്ങൾ മൂവി തന്നിരുന്നത്. അതുപോലെ അതൊരു ഭാഗ്യമാണ്, നല്ല ആൾക്കാരോട് നല്ല സുഹൃത്തുക്കളോട് കൂടിയിരിക്കാൻ സാധിക്കുക. മറ്റൊരു ഭാഗ്യം പ്രേക്ഷകർക്കുണ്ട്. മുമ്പേ പറഞ്ഞ ശരീരഭാഷയിലും ശാരീരഭാഷയിലും 2 ഏട്ടന്മാർ മലയാളികൾക്കുണ്ട്. ഒന്ന് ദാസേട്ടനും ഒന്ന് ലാലേട്ടനും. ലാലേട്ടാന്ന് വിളിക്കില്ല, കാരണം പലകാലത്തൊന്നും നസീറേട്ടാന്നോ അല്ലെങ്കിൽ സത്യേട്ടാന്നോ അങ്ങനെ വിളിക്കുന്ന ഒരു പതിവില്ല. അതേസമയം ഈ കാലത്ത് തീർച്ചയായിട്ടും ഭാഗ്യം തന്നെയാണ് അല്ലെ. അദ്ദേഹത്തിന്റെ ഒപ്പം
നമ്മളെ അങ്ങനെ വിളിക്കാൻ സാധിക്കുന്നു എന്ന്, അല്ലെങ്കിൽ അതിലേക്ക് എത്തിപ്പെടാൻ കഴിയുന്നു എന്നുള്ളൊരു ഭാഗ്യം തന്നെയാണ്. ലാലേട്ടനെ പ്രണയിക്കുന്നവരോട് എന്തായിരിക്കും ഒരു മറുപടി? ഈ പ്രണയം എന്ന ചിത്രത്തിൽ ആസ്വദിച്ച് അഭിനയിച്ച ഈ ഒരു കഥാപാത്രം പോലെ തന്നെ ഭരതൻ ടച്ച്, പത്മരാജൻ ടച്ച്, അല്ലെങ്കിൽ പ്രിയദർശൻ, സത്യൻ പിക്കാട്, എത്രയോ സംവിധായകർ ഇങ്ങനെ ആ ഒരു പ്രായത്തിൻ്റെ അറിഞ്ഞ് ആസ്വദിച്ച് അഭിനയിച്ച രംഗങ്ങളുണ്ട്. അതായത് എല്ലാ രംഗങ്ങളും അങ്ങനെ തന്നെയാണ് വരുന്നത് നമുക്കല്ലേ. നമുക്ക് തമാശ സിനിമകളിൽ അഭിനയിക്കുമ്പോൾ നമ്മൾ വളരെയധികം ചിരിക്കും. നമ്മൾ ഒരു പക്ഷേ ഞാൻ പലപ്പോഴും പറയാറുണ്ട് സത്യാഗ്രഹത്തൊക്കെ, നമ്മൾ എത്രയോ ചിരിച്ച് കഴിഞ്ഞിട്ടുള്ള ബാക്കി ചിരിയാണ് പ്രേക്ഷകർക്ക് കിട്ടുന്നത്. നമ്മൾ ഡബ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ശരിക്കും ഒരുപാട് ഇംപ്രവൈസിങ് എന്ന് പറയുന്നത്, ഇംപ്രവൈസേഷൻ എന്ന് പറയുന്നൊരു വാക്കാണത്, ടിവിയും പറയുന്നില്ല. സത്യത്തിൻ്റെ പല പല കാര്യങ്ങളും, ചില ശബ്ദങ്ങൾ, ചില കാര്യങ്ങൾ എപ്പോഴും അങ്ങനെയാണ് നമ്മൾ ആസ്വദിച്ച് തന്നെയാണ് സിനിമകൾ ചെയ്യുന്നത്. ഇപ്പം സിനിമയുടെ ജയപരാജയങ്ങളെക്കുറിച്ച് നമ്മൾ ഏത് സിനിമയായാലും എല്ലാ സിനിമയും അങ്ങനെ ആസ്വദിച്ച് ചെയ്യാൻ പറ്റില്ലെന്ന് ഒരു ഘടകമുണ്ട്. കാര്യം നമുക്കിഷ്ടപ്പെടുന്ന സിനിമ, നമുക്കിഷ്ടപ്പെടുന്ന കഥാപാത്രം, നമുക്കിഷ്ടപ്പെടുന്ന സാഹചര്യങ്ങൾ വരുമ്പോൾ അറിഞ്ഞോ അറിയാതോ നമ്മൾ അതിലേക്ക് പെടുകയും അത് ഏറ്റവും മനോഹരമായി ആസ്വദിച്ച് ചെയ്യുന്നതുകൊണ്ടാണ് അത്തരം കഥാപാത്രങ്ങൾ നന്നായി തോന്നുന്നത്. അത് സിനിമയിൽ മാത്രമല്ല, ജീവിതത്തിൽ മുഴുവൻ അങ്ങനെ തന്നെ എന്ന് വിശ്വസിക്കുന്നതാണ്. ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ ഈ സമീപകാലത്ത് സോഷ്യൽ നെറ്റ്വർക്കുകൾ ധാരാളമായി. പ്രണയത്തെ 100% ആരും വിശ്വാസത്തിലെടുക്കാൻ പറ്റാത്ത അത്ര മലീമസമായ പോലെ പ്രണയരംഗം ഈ ഒരു കാലഘട്ടത്തിൽ, ഈ കാലഘട്ടമെല്ലാം ശരിക്കും ആസ്വദിച്ച വ്യക്തിയും ഇപ്പോഴും ആസ്വദിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിലും എത്രത്തോളമാണ് ഇന്നത്തെ യങ്സ്റ്റേഴ്സിൻ്റെ പ്രണയ സങ്കല്പങ്ങളും വിശുദ്ധമായ ആസ്വദിക്കാനായിട്ട് പറ്റുന്ന പ്രണയത്തിൻ്റെതായിട്ടുള്ള അവസ്ഥകളും അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ? അല്ല, അത് നമ്മൾ ഓരോരുത്തരുടെ ഫിലോസഫി അല്ലേ. ഞാൻ അതുകൊണ്ട് ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയാണ്, എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, ഞാൻ ചെയ്യുന്നതെല്ലാം നല്ലത്, ഞാൻ അങ്ങനെ പറയുന്നതിൻ്റെ കാര്യമല്ല. ഇത് നമ്മുടെ മുമ്പിൽ കാണുന്ന കാഴ്ചകൾ ഇപ്പോഴത്തെ അതൊരു സൊസൈറ്റി, ഒരാളല്ലല്ലോ, ടോട്ടൽ സൊസൈറ്റിയുടെ പ്രോബ്ലമാണ്. എങ്ങനെ കാണുന്നു എന്നുള്ളതിനൊക്കെ അതൊരു ഡിബേറ്റായിട്ടേ ഞാൻ പറയും. അവർക്ക് അതിലൊരു പ്ലഷർ കാണുകയാണെങ്കിൽ നമ്മൾ എന്തിനതിനെ ഹനിക്കുന്നു. അതല്ല, വളരെ പ്രണയമെന്ന് പറയുന്നതിന് വേറെ ഭാവങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നത് ഇത്തരം സിനിമകളിലൂടെ. ഈ നസീർ സാറിൻ്റെ ഒക്കെ ഒരു പ്രണയം അന്നൊക്കെ ഒരുമിച്ച് നിങ്ങൾ ആക്ട് ചെയ്യുന്ന സമയത്തൊക്കെ കാണാറുണ്ടോ? ഏറ്റവും കൂടുതൽ പ്രണയഗാനങ്ങൾ അക്കാലത്ത് അഭിനയിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ എങ്ങനെ കാണുന്നു എന്ന് സത്യൻ സാർ, നസീർ സാർ ആ ഒരു കാലഘട്ടത്തിൽ? തീർച്ചയായിട്ടും ആ കാലഘട്ടം എന്ന് പറയാനല്ലോ, ആ സമയത്ത് ഏറ്റവും കൂടുതൽ പ്രണയഗാനങ്ങളും മലയാള സിനിമയിലെ ഏറ്റവും നല്ല ഗാനങ്ങൾ പാടിയിട്ടുള്ള വലിയ കലാകാരനല്ലേ അദ്ദേഹം. ആ സിനിമ ആ സമയത്തൊക്കെ നമ്മളൊക്കെ പോയിരുന്ന് ഇങ്ങനെ ഈ സ്ക്രീനിൻ്റെ മുമ്പിലിരുന്ന് ആസ്വദിച്ച ആൾക്കാരല്ലേ. കാലഘട്ടം മാറുന്നു, പ്രണയത്തിൻ്റെ സങ്കല്പങ്ങളെല്ലാം മാറുന്നു. സിനിമയിലുള്ള ഷോർട്സുകളും അതിൻ്റെ ഉള്ള വിഷ്വൽ ബ്യൂട്ടിയൊക്കെയാണ് മാറുന്നത്. ആത്മാവെന്ന് പറയുന്നത് അവിടെ തന്നെ ഉണ്ട്. അതിനെ ചിത്രീകരിക്കുന്ന രീതികൾക്ക് മാറ്റം ഉണ്ടായി അല്ലേ. അതിനെ ഒരു പെട്ടെന്നൊരു സ്നേഹം വന്നു കഴിഞ്ഞാൽ നമ്മൾ കണ്ണടച്ച നേരം ഓസ്ട്രേലിയയിലേക്ക് പോകാൻ സാധിക്കുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് പോസിബിലിറ്റീസ്, വിർച്വൽ ഒരു എന്താ പറയണ്ട ഒരു ട്രീറ്റ് എന്ന് പറയുന്നതൊക്കെ വളരെയധികം വളർന്നു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ സ്വാഭാവികതയും ഒക്കെ നഷ്ടപ്പെടും. ഈ സിനിമയിലൊക്കെ അല്ല, സത്യസന്ധമായ ഷോട്ടുകളും സത്യസന്ധമായ സ്ഥലങ്ങളും ഒരു മേക്ക് ബിലീഫിൻ്റെ ഏറ്റവും നല്ല സെറ്റിലിറ്റി പോയിട്ടുള്ള സിനിമയാണ്. അപ്പോൾ ആ സമയത്തെ പ്രണയം ഈ സമയത്തെ പ്രണയം എന്നുള്ള ഡിഫറൻസിയേഷനിൽ സിനിമയെ കാണാൻ പറ്റും. ടെക്നോളജി എന്ന് പറയുന്നതാണ് കൂടുതൽ. ഇന്നത്തെ ഈ തിരുവോണ ദിവസം പ്രേക്ഷകരെല്ലാവരും തന്നെ പ്രണയത്തിൻ്റെ ലഹരിയിലാണ്. പ്രേക്ഷകർക്കൊപ്പം ഇരിക്കുന്ന ലാലേട്ടനും സംശയിക്കേണ്ട പ്രണയത്തിൻ്റെതായിട്ടുള്ള ലഹരി, പ്രണയത്തിൻ്റെ സുഖം ഈ മഴക്കാലത്ത്. ഒന്ന് ചോദിക്കട്ടെ, എങ്ങനെയാണ് ഈ ആഘോഷ ദിവസങ്ങളിൽ ഈ പറഞ്ഞ പോലെ തന്നെയുള്ള ജീവിതം, ഇന്നത്തെ തിരുവോണം എങ്ങനെയാണ് നാട്ടിൽ ആഘോഷിക്കുക? അല്ലെങ്കിൽ അതുപോലെ തന്നെ ഒരു ദിവസം പോലെ കടന്നു പോകുന്നു, അങ്ങനെയാണോ? തീർച്ചയായിട്ടും എൻ്റെ തിരുവോണം എന്ന് പറയുന്നത് എനിക്ക് കിട്ടുന്ന സമയങ്ങളിൽ, എനിക്ക് വരാൻ സാധിക്കുന്ന സമയങ്ങളൊക്കെ ഞാൻ എൻ്റെ അമ്മയോട് ഒപ്പമാണ് ചിലവഴിക്കുന്നത്, എൻ്റെ കുടുംബത്തോടൊപ്പമാണ് ചിലവഴിക്കുന്നത്. ഈ ദിവസവും കാര്യം ഓണം എന്ന് പറഞ്ഞത് ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ദിവസമാണ്, അങ്ങനൊരു ദിവസമായി മാറി. എല്ലാ ദിവസവും ഓണം എന്നൊക്കെ പറയുന്ന കോൺസെപ്റ്റ് എല്ലാം പറയുന്നത് ആ ഒരു പർട്ടിക്കുലർ ഡേ എന്ന് പറയുന്നത് ഒരു അസോസിയേഷൻ, എല്ലാവർക്കും ഒരു കോൺഗ്രസ്, എല്ലാവർക്കും കൂടെ വരാൻ സാധിക്കുകയും മീറ്റ് ചെയ്യാൻ സാധിക്കുകയും പറ്റുന്ന ഒരു ദിവസമെങ്കിലും നമുക്ക് അവരോടൊപ്പം കുറച്ച് സമയം ഇരിക്കാനും അവരോടൊപ്പം ഭക്ഷണം കഴിക്കാനും അവരുടെ കഥകൾ പറയാനും കഥകൾ കേൾക്കാനും ഒക്കെ സന്ദർഭമാണ്. ഈ വർഷത്തെ ഓണം അങ്ങനെയല്ല. ഞാൻ എൻ്റെ അമ്മയോടൊപ്പം എൻ്റെ കുടുംബത്തോടൊപ്പമാണ് ചെലവഴിക്കുന്നത്. ഒരു ബിസിനസ് ചോദ്യമാണ്, ലാലേട്ടനെ പ്രണയിക്കുന്നവരോട് എന്തായിരിക്കും ഒരു മറുപടി?
തീർച്ചയായിട്ടും വീണ്ടും വീണ്ടും ശക്തമായി പ്രണയിക്കുമെന്ന് തന്നെ പറയാം. കാര്യം അതിനൊരു മറുപടിയല്ല. അത് അവർ പ്രണയിക്കട്ടെ, അതിനെ പറഞ്ഞ് പ്രണയിപ്പിക്കാതിരിക്കണ്ട, അല്ലെങ്കിൽ പ്രണയിപ്പിക്കാൻ നോക്കുക വേണ്ട. അറിയാതെ, അതാണ് അലസമായി തുറന്നു കിടക്കുന്ന വാതിലൂടെ അറിയാതെ ചിലപ്പോൾ പ്രണയം കടന്നു വരും. അതുകൊണ്ട് വാതിലുകൾ അലസമായിട്ട് തുറന്നിടുക, അതിലൂടെ പ്രണയം കടന്നു വരട്ടെ, അതാണ് പറയാൻ. ഈ ശുഭരാത്രിയിലും സൂര്യ ടിവിയുടെ ഈ നല്ല ജനൽ തുറന്നിട്ടിരിക്കുകയായിരുന്നു ഇത്രയും നേരം. അലസമായിട്ട് തന്നെ എന്ന് പറയാമെങ്കിലും പ്രണയത്തിൻ്റെ രാജകുമാരൻ്റെ നിരവധി ഓർമ്മകൾ മാത്രമല്ല, ഓരോരോ ഘട്ടങ്ങളെ നമുക്ക് നൽകാനായിട്ട് കഴിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ആശംസ സുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വളരെയധികം സന്തോഷമുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ ഓരോരോ ടച്ചിൽ ഓരോരോ ചിത്രങ്ങൾ വരുമ്പോഴും ഇനിയും എത്രയോ ഭാവങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു എന്ന ഒരു സത്യം. വളരെയധികം സന്തോഷം. വളരെയധികം സന്തോഷത്തോടെയും പ്രണയത്തോടു കൂടിയും നല്ല നല്ല ചോദ്യങ്ങൾ ചോദിക്കുകയും ഈ സിനിമയുടെ ആത്മാവ് കണ്ടെത്തുകയും അത് പ്രേക്ഷകരിലേക്കും പറഞ്ഞു കൊടുക്കുന്ന ആൾക്ക് എൻ്റെ വലിയൊരു സമ്മാനം. താങ്ക് യു.